ഞാൻ പോലീസ് സർവീസ് സബ് ഇൻസ്പെക്ടറായിട്ട് വരുന്നതിന് മുമ്പ് ഒരു 10 വർഷത്തോളം ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയിൽ ഫിംഗർ പ്രിൻറ്റ് സെർച്ചറായിട്ട് എക്സ്പെർട്ടായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫിംഗർ പ്രിൻറ്റ് സെർച്ചറായിട്ട് ജോലി ചെയ്യുന്ന കാലത്താണ് ഇടുക്കി ജില്ലയിലെ പെരുവന്താനം പോലീസ് സ്റ്റേഷനിൽ ബോയ്സ് എസ്റ്റേറ്റിൽ ഒരു മർഡർ കേസ് നടന്നിട്ടുണ്ടെന്നും ഒരു മർഡർ ഉണ്ടായിട്ടുണ്ടെന്നും അതിന് ഫിംഗർ പ്രിൻറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഫിംഗർ പ്രിൻറ്റ് എക്സ്പേർട്ട് വരണമെന്നും പറഞ്ഞ് ഇടുക്കി ക്രൈംബ്രാഞ്ചിൽ നിന്ന് മൂലമറ്റത്താണ് ഫങ്ഷൻ ചെയ്യുന്നത്. ഇടുക്കി ക്രൈംബ്രാഞ്ചിൽ നിന്ന് ഒരു വയർലെസ് മെസ്സേജ് വന്നു. ഇടുക്കി ക്രൈംബ്രാഞ്ചിൽ നിന്ന് വയർലെസ് മെസ്സേജ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ ഞാൻ മുണ്ടക്കയത്തിന് അടുത്തുള്ള പെരുവന്താനത്തേക്ക് തിരിച്ചു. അപ്പോൾ മുണ്ടക്കയം പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് പാലം കഴിഞ്ഞാൽ പിന്നെ പെരുവന്താനം പോലീസ് സ്റ്റേഷൻ ലിമിറ്റാണ്. ആ പെരുവന്താനം പോലീസ് സ്റ്റേഷൻ്റെ ലിമിറ്റിലാണ് ബോയ്സ് എസ്റ്റേറ്റ്. അപ്പോൾ അവിടെ ഫിംഗർ പ്രിൻ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ വയർലെസ് മെസ്സേജ് വന്നത്. പക്ഷെ ഞാൻ അവിടെ നോക്കുമ്പോൾ ഒരു എസ്റ്റേറ്റിനകത്ത് ഒരു മർഡർ നടന്നു കഴിഞ്ഞാൽ അവിടെ ചുറ്റും കാടും പടലും മരങ്ങളും ഒക്കെ ആയിട്ടുള്ള സ്ഥലത്ത് നമുക്കൊരു ഫിംഗർ പ്രിൻ്റ് ഒരു ചാൻസ് പ്രിൻ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ചാൻസ് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുറ്റം നടക്കുന്ന സ്ഥലത്തു നിന്ന് നമുക്ക് ബൈ ചാൻസിൽ, അതായത് നമ്മൾ അറിയാതെ എവിടെയെങ്കിലും സ്പർശിച്ചാൽ കിട്ടുന്ന പ്രിൻ്റുകളെയാണ് ചാൻസ് പ്രിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സ്പർശിച്ചാൽ പ്രിൻ്റുകൾ കിട്ടണമെങ്കിൽ അങ്ങനെ ഒരു പ്രതലമുള്ളിടത്തേ കിട്ടത്തുള്ളൂ. ഒന്നേ ഗ്ലാസോ അല്ലെങ്കിൽ പൂട്ട് അല്ലെങ്കിൽ പോളിഷ് സർഫസ് അല്ലെങ്കിൽ എണ്ണമയമുള്ള എന്തെങ്കിലും സാധനങ്ങളുള്ള പിടുത്തം, ഇങ്ങനെയൊക്കെ ഉള്ളിടത്തേ അത് ഫിംഗർ പ്രിൻ്റ് കിട്ടുകയുള്ളൂ. ഇപ്പോൾ എസ്റ്റേറ്റ് പോലുള്ള ഒരു സ്ഥലത്തു നിന്ന് ഒരു ചാൻസ് പ്രിൻ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ അവിടെ നോക്കിയിട്ട് അങ്ങനെ ചാൻസ് പ്രിൻ്റ് കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല. ഒരു ചാൻസ് പ്രിൻറ്റിനെ ലാക്കാക്കിയാണ് അന്നത്തെ ആ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ എബ്രഹാം വർക്കി എന്ന് പറയുന്ന സർക്കിൾ ഇൻസ്പെക്ടറായിരുന്നു. അദ്ദേഹം എന്നെ വയർലെസ് വഴി വിളിപ്പിച്ചത് ഒരു ചാൻസ് പ്രിൻ്റ് നോക്കാനായിരുന്നെങ്കിലും അവിടെ ചാൻസ് പ്രിൻറ്റിന് ഒരു സാധ്യതയില്ലായിരുന്നു. ചുറ്റും റബ്ബർ തോട്ടം, മുഴുവനും കാടും പടലും പിടിച്ച് കിടക്കുന്നൊരു സ്ഥലം, അതിൻ്റെ ഒരു നടപ്പാത അതിൻ്റെ നടുക്കൂടെ പോകുന്നുണ്ട്. അപ്പം നടപ്പാത അതിൻ്റെ നടുക്കൂടെ പോകുന്നുണ്ട്. ആ നടപ്പാതയിലാണ് ഈ ആൾ കുത്തുകൊണ്ട് കിടക്കുകയാണ്. കുത്തുകൊണ്ടതിൻ്റെ ഇടതുമുലയുടെ താഴെയായിട്ട് കുത്തുകൊണ്ടിട്ട് അതിനകത്ത് നിന്ന് കുടലോ കരളോ എന്തൊക്കെയോ പുറത്ത് ചാടി ഡെഡ് ബോഡി മലർന്ന് കിടക്കുകയാണ്. മലർന്ന് കിടക്കുന്നതെന്ന് മാത്രമല്ല, കല്ലുകൊണ്ട് ഇടിച്ച് പല്ലുമൊക്കെ തകർത്ത് മുഖമൊക്കെ എന്തോ കരിയിലേക്ക് കൂട്ടി എന്തോ ഉപയോഗിച്ച് കത്തിച്ച് മുഖമൊക്കെ വികൃതമാക്കിയിരിക്കുകയാണ്. ആകെ അതിനകത്ത് അറിയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ മലർന്ന് കിടക്കുന്നതുകൊണ്ട് പുറകുവശം തറയിൽ മുട്ടിയിരിക്കുകയായതുകൊണ്ട് പുറകുവശം നോക്കിയാൽ വളർന്നു കിടക്കുന്ന മുടി കാണാം. അന്നത്തെ കാലത്ത് ഹിപ്പി ഒരു ഫാഷൻ, മുടി വളർത്തേണ്ട ഫാഷനായിരുന്നു. അപ്പോൾ ഈ മുടി വളർത്തിയ ഒരാളായിരുന്നു എന്ന് ഇതിൻ്റെ തലയുടെ പുറകുവശം കണ്ടാൽ അറിയാവുന്നല്ലാതെ ഇത് ആരാണെന്നറിയാൻ ഒരു നിർവാഹവുമില്ല. കാര്യം മുഖം വികൃതമാണ്, കുത്തുകൊണ്ട് മരിച്ചിരിക്കുകയാണ്. ആ നാട്ടിലൊക്കെ അന്വേഷിച്ചില്ല, അങ്ങനെ ഒരു ആരെയും മിസ്സിങ് ഇല്ല, പോലീസ് സ്റ്റേഷനിലോ നാട്ടിലോ ഇല്ല. അപ്പോൾ ഈ ആളിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല, മരിച്ചു കിടക്കുന്ന ആളിനെക്കുറിച്ച്. ചാൻസ് പ്രിൻറ്റും ഇല്ല. അപ്പോൾ ഈ റബ്ബർ തോട്ടത്തിൻ്റെ നടുക്കാകുമ്പോൾ വേറെ ഉള്ള ഒരു സാധ്യതയില്ലാതെ ഇങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥൻ നിൽക്കി. എനിക്കൊരു യുക്തി തോന്നി, എന്തുകൊണ്ട് മരിച്ച ആളിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഒന്ന് എടുത്ത് നോക്കിക്കൂടാ. അങ്ങനെ ഈ ഫിംഗർ പ്രിൻ്റ് എക്യുപ്മെൻറ്റ് ബോക്സിൽ കാഡവർ സ്പൂണ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കാഡവർ സ്പൂൺ എന്ന് പറഞ്ഞാൽ കാഡവറായിട്ടല്ല, മരിച്ച് ഈ മരവിപ്പ് വായിച്ചവരുടെ ഫിംഗർ പ്രിൻ്റ് എടുക്കാനുള്ള ഒരു സ്പൂണ് പോലുള്ളൊരു ഉപകരണമാണ് കാഡവർ സ്പൂൺ. അപ്പം ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലെ രണ്ട് രേഖകളാണ്. കയ്യിലെ രേഖകളെന്ന് പറയുന്നത് നില ഉഴുത പോലെ പൊങ്ങിയും താണും ഇരിക്കുന്ന ഭാഗങ്ങളാണ്. അതിന് റിഡ്ജസ് എന്നും ഫെറോസ് എന്നുമാണ് പറയുക. അപ്പോൾ ഇതാണ് നമ്മൾ പേപ്പർ പ്രിൻ്റ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ സാധാരണ ഒരാളുടെ പ്രിൻ്റ് എടുക്കുമ്പോൾ നമ്മൾ ആ വിരൽ ഉരുട്ടിയിട്ടാണ് പ്രിൻ്റ് എടുക്കുന്നത്. പക്ഷെ മരിച്ചു കിടന്ന ആളിനെ സംബന്ധിച്ചിട്ട് അയാൾക്ക് എണീറ്റ് വിരൽ ഉരുട്ടാൻ പറ്റാത്തതുകൊണ്ട് കാഡവർ സ്പൂൺ ഉപയോഗിച്ച് നമ്മൾ അയാളുടെ വിരലിൻ്റെ മുഖത്ത് നമ്മൾ ഉരുട്ടണം. ഉരുട്ടിയിട്ട് ഓരോരോ വിരലിൻ്റേതും ഫിംഗർ പ്രിൻ്റ് സ്ലിപ്പിൻ്റെ അതാത് ഭാഗത്ത് റൈറ്റ് തമ്പിൻ്റെ ഒരു കോളത്തെ റൈറ്റ് തമ്പ്, റൈറ്റ് ഇൻഡെക്സിൻ്റെ സ്ഥാനത്ത് റൈറ്റ് ഇൻഡെക്സ്, റൈറ്റ് മിഡിലിൻ്റെ സ്ഥാനത്ത് റൈറ്റ് മിഡിൽ, അങ്ങനെ 10 വിരലുകൾ ഒട്ടിച്ചു വെക്കണം. അപ്പോഴേ ഒരാളിൻ്റെ ഫിംഗർ പ്രിൻ്റ് ആവുകയുള്ളൂ.
ആ ഈ ഫിംഗർ പ്രിൻ്റ് അങ്ങനെ എടുത്തു കഴിഞ്ഞാലുള്ളൊരു സൗകര്യം, ഫിംഗർ പ്രിൻ്റ് ബ്യൂറോയിൽ ഈ കേരളത്തിലും ഇന്ത്യയിലുള്ള കുറച്ചും ഉള്ള എല്ലാ ക്രിമിനൽസിൻ്റെയും, മോഷണ കേസിലെയും ഗുണ്ടായുസത്തിലെയുള്ള എല്ലാ കേസുകളിലെയും പ്രതികളുടെ, അതായത് കൺവിഷനായിട്ടുള്ള, അതായത് ശിക്ഷിക്കപ്പെട്ട എല്ലാ പ്രതികളുടെയും എല്ലാ കുറ്റവാളികളുടെയും ഫിംഗർ പ്രിൻറ്റുകൾ ട്രിവാൻഡ്രത്തെ ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് ഫിംഗർ പ്രിൻറ്റ് സൂക്ഷിച്ച് വെക്കുന്നതെന്ന് പറയുമ്പോൾ ഫിംഗർ പ്രിൻറ്റ് പ്രധാനമായിട്ട് 4 പാറ്റേൺസാണുള്ളത്. ആർച്ച് പാറ്റേൺ ഉണ്ട്, ലൂപ്പ് പാറ്റേൺ ഉണ്ട്, വേൾ പാറ്റേൺ ഉണ്ട്, ചുഴി പോലെ ഇരിക്കുന്ന വേൾ പാറ്റേൺ, ലൂപ്പ് പോലെ ഇരിക്കുന്ന ലൂപ്പ് പാറ്റേൺ. ഇത് 2 വേൾ പാറ്റേണോ അല്ലെങ്കിൽ 2 ലൂപ്പ് പാറ്റേണോ അല്ലെങ്കിൽ ഒരു വേളും ഒരു ലൂപ്പും കൂടെ ചേർന്ന് മിക്സഡായിട്ട് വരുന്ന കോമ്പോസിറ്റ് പാറ്റേൺ. അങ്ങനെ 4 പാറ്റേണാണ് ഫിംഗർ പ്രിൻറ്റുകൾ. പൊതുവേ വിരലടയാളങ്ങൾ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഈ വിരലടയാളങ്ങൾ തരംതിരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയിൽ ഇത് ക്ലാസിഫൈ ചെയ്ത് അടുക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ 1624 അറകളിലായിട്ടാണ് ഈ ഫിംഗർ പ്രിൻറ്റുകൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് അടുക്കി വെച്ചിരിക്കുന്നത്. 1624 അറകളിലായിട്ട് വെക്കുക എന്ന് പറയുമ്പോൾ കുറ്റവാളികളുടെ എണ്ണവും അവരുടെ ഫിംഗർ പ്രിൻറ്റ് സ്ലിപ്പുകളുടെ എണ്ണവും കൂടുന്നതനുസരിച്ച് ചിലപ്പോൾ ഈ 1624 എന്നുള്ള അറകളുടെ എണ്ണം വീണ്ടും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അടുക്കി വെച്ചിരുന്ന് കഴിഞ്ഞുള്ള ഗുണം, ഈ ലോകത്ത് എവിടെ ഇതിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു കുറ്റവാളിയെ പിടിച്ചാൽ, എവിടെ പിടിച്ചാലും ഇതിനകത്ത് നോക്കിയാൽ അവരെ കണ്ടുപിടിക്കാൻ പറ്റും. അയാളുടെ യഥാർത്ഥ പേരെന്താണ്, അയാൾ ആരാണ്, അയാളുടെ സ്വദേശം എവിടെ, എത്ര കള്ളപ്പേര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും കണ്ടുപിടിക്കാൻ പറ്റും. ഫിംഗർ പ്രിൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് പെർമനൻസി, 2 ഇൻഡിവിജ്വാലിറ്റി. പെർമനൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ കുഞ്ഞുനാളിൽ തൊലി ഫോം ചെയ്യുമ്പോഴും ഗർഭപാത്രത്തിൽ വെച്ച് ഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ കയ്യിലെ വരകൾ മരിച്ച് മണ്ണടിഞ്ഞ് മണ്ണിൽ ലയിച്ച് ചേരുവോളൂ, അതേ ഒരു വ്യത്യാസവും ഇല്ലാതെ അത് അതുപോലെ തന്നെ ഉണ്ടാവും. അതാണ് പെർമനൻസി. ആൻഡ് ഇൻഡിവിജ്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രത്യേകതകൾ വേറെ ഒരു വിരലിനും, ഒരാളിൻ്റെ ഒരു വിരലിനും, അയാളുടെ തന്നെ ഒരു വിരലിനോ മറ്റൊരാളുടെ ഒരു വിരലിനോ ഉണ്ടാവില്ല. ഈ 2 ബേസിക് പ്രിൻസിപ്പിൾസിന് പുറത്താണ് ഫിംഗർ പ്രിൻറ്റ് ശാസ്ത്രം തന്നെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് മറ്റ് ശാസ്ത്രങ്ങളെ അപേക്ഷിച്ച് ഫിംഗർ പ്രിൻറ്റിനുള്ളൊരു പ്രത്യേകത, ഇതൊരു കൺക്ലൂസീവ് എവിഡൻസ് ആണ്. അതായത് ഇതിനകത്ത് തർക്കമില്ലാത്ത ഒരു, ഇപ്പോൾ ബ്ലഡിൻ്റെയോ അല്ലെങ്കിൽ സെമൻ്റെയൊക്കെ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ വരാം. ഇതിനകത്ത് യാതൊരു സംശയമില്ലാത്തൊരു കുറ്റാന്വേഷണ ശാസ്ത്രമാണ് ഫിംഗർ പ്രിൻറ്റ് ശാസ്ത്രം. അതുകൊണ്ട് തന്നെ ഒരാളിനെ ക്ലാസിഫൈ ചെയ്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ എവിടെ അയാൾ പിടിക്കപ്പെട്ടാലും അയാളുടെ കറക്റ്റ് അഡ്രസ്സും അയാളുടെ ഡീറ്റെയിൽസ്, അയാൾക്ക് മുൻ ശിക്ഷയുണ്ടോ, പിന്നെ എത്ര ശിക്ഷയുണ്ട്, ഏതെല്ലാം ജയിലിൽ കിടന്നിട്ടുണ്ട്, എവിടെയൊക്കെ പോയിട്ടുണ്ട്, ഏതൊക്കെ പേര് പറഞ്ഞിട്ടുണ്ട്, ഏതെല്ലാം പേരിൽ അയാൾ അറിയപ്പെടുന്നുണ്ട് എന്നുള്ള സകല ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ അത് ഇങ്ങനെ ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയിൽ നിന്ന് ഈ മരിച്ച ആളിനെ തിരിച്ചറിയാൻ കഴിഞ്ഞേക്കുമെന്ന് കരുതിയിട്ടാണ് ഡെഡ് ബോഡിയുടെ ഫിംഗർ പ്രിൻറ്റ് ഞാൻ എടുത്തത്. കാര്യം, ഒരു കൊലപാതകം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം കൊലപാതകം ചെയ്തതാരാണെന്ന് അറിയുന്നതിനേക്കാൾ മുമ്പായിട്ട് കൊലപാതകം ആരാണ് മരണപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയുകയാണ് ആദ്യം ചെയ്യേണ്ടത്. കാര്യം, മരണപ്പെട്ടിട്ടുള്ളത് ആരാണെന്ന് അറിഞ്ഞാൽ കൊലപാതകയിലേക്ക് എത്താൻ എളുപ്പമാണ്. കൊലപാതകയെ അറിഞ്ഞിട്ട് മരണപ്പെട്ടതിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ മരണപ്പെട്ട ആളിനെയാണ് ആദ്യം നമ്മൾ അറിയേണ്ടത്. മരണപ്പെട്ട ആളിനെ അറിഞ്ഞാൽ കൊലപാതകയിലേക്ക് എത്തിച്ചേരാമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അപ്പം ഞാൻ ആ ഫിംഗർ പ്രിൻറ്റ് സ്ലിപ്പ് എടുത്ത് അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയ്ക്ക് അയച്ചു കൊടുത്തു. 3ൻ്റെ അന്ന് അതിൻ്റെ മറുപടി വന്നു. അത് മരിച്ചിരിക്കുന്നത് കുശലൻ എന്ന് പറഞ്ഞ ഒരാളാണ്. കുശലൻ എന്ന് പറയുന്ന ആൾ പത്തനംതിട്ടക്കാരനാണ്. പത്തനംതിട്ടക്കാരൻ കുശലൻ അന്ന് ഇന്നത്തെ പോലെ വലിയ ഡെവലപ്മെൻ്റ് ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടമാണ്. അപ്പം പത്തനംതിട്ടക്കാരൻ ഒരുത്തൻ മുണ്ടക്കയ ബോയ്സ് എസ്റ്റേറ്റ് വന്നു കഴിഞ്ഞ് മരിച്ച് കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അത് തിരിച്ചറിയാനും പോകുന്നില്ല. അയാളെ ഈ ഫിംഗർ പ്രിൻ്റ് ഇല്ലായിരുന്നെങ്കിൽ അയാൾ ഒരിക്കലും ഈ കേസ് ഡിറ്റക്ഷൻ ആവുകയില്ലായിരുന്നു. കുശലനാണെന്ന് അറിഞ്ഞ ഉടൻ തന്നെ പോലീസ് പാർട്ടി അവിടെ പോയി കുശലൻ്റെ വീട് തപ്പിപ്പിടിച്ച് ഈ ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയിൽ നിന്ന് കിട്ടിയ അഡ്രസ്സിൻ്റെ പുറത്ത് കുശലൻ്റെ വീട്ടിൽ പോയി അയാളുടെ ഫോട്ടോയൊക്കെ കാണിച്ചു. അപ്പോൾ ഫോട്ടോയൊക്കെ കാണിച്ച് വീട്ടുകാർക്ക് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല. കാര്യം, അയാളുടെ പല്ലുമൊക്കെ ഇടിച്ച് തകർത്ത് മുഖമൊക്കെ കത്തി കരിഞ്ഞ് വികൃതമാക്കി. ഒരിക്കലും അയാൾ തിരിച്ചറിയാൻ പോലും വീട്ടുകാർക്ക് പറ്റുന്നില്ല. പക്ഷേ അവർ ഒരു കാര്യം പറഞ്ഞു, കുശലൻ ഇവിടെ സ്ഥിരമായിട്ട് വരാറില്ല. കുശലൻ വല്ലപ്പോഴും ഒക്കെ ഒന്ന് വരും, വന്നിട്ടാവും പോവും. അവൻ എവിടെയാണെന്ന് ഞങ്ങൾക്കാർക്കും കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ നാട്ടിലൊക്കെ അന്വേഷിച്ചപ്പം വേറൊരു കാര്യം മനസ്സിലായത്,
കുശലൻ ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ആ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ആനന്ദൻ എന്ന് പറഞ്ഞൊരു സൈക്കിൾ യജ്ഞമൊക്കെ നടത്തുന്ന ഒരാളുണ്ടായിരുന്നു. പണ്ട് ഈ സൈക്കിൾ യജ്ഞം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ചില അത്യാവശ്യം താമസമൊക്കെ ഉള്ളിടത്ത് ഒരാഴ്ചയോ അല്ലെങ്കിൽ 10 ദിവസമോ 5 ദിവസമോ സൈക്കിളിൽ നിന്നും താഴെ ഇറങ്ങാതെ ഒരാൾ സൈക്കിളിൽ നിന്ന് തുടർച്ചയായിട്ട് ചവിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ തുടർച്ചയായിട്ട് ചവിട്ടിക്കൊണ്ടിരുന്ന ആ യജ്ഞത്തിനകത്ത് അങ്ങനെ നടത്തുമ്പോൾ അതിനകത്ത് മൈക്കുണ്ടായിരിക്കും. ആണുങ്ങളാരെങ്കിലും സ്ത്രീവേഷം കിട്ടി ഡാൻസ് ചെയ്യും. അങ്ങനെ ഒരു നാട്ടിൻപുറത്തേക്ക് ഒരു എൻ്റർടൈൻമെൻ്റായിട്ട് സൈക്കിൾ യജ്ഞം നടത്തും. അങ്ങനെ സൈക്കിൾ യജ്ഞം നടത്തുന്നതിനകത്ത് ആൾക്കാർ പൈസ കൊടുക്കും. അന്ന് ഈ ഗ്രാമപ്രദേശമാകുമ്പോൾ ചിലർ കാർഷിക ഉൽപ്പന്നങ്ങളായിരിക്കും കൊടുക്കുക. മുട്ടയോ വാഴക്കൊലയൊക്കെ കൊണ്ട് കൊടുക്കുക, പൈസ കൊടുക്കുക. അങ്ങനെ ഒരു ചെറിയ സമ്പാദ്യമൊക്കെ ആയിട്ട് സൈക്കിൾ യജ്ഞക്കാരൻ അവിടെ നിന്ന് പോകാൻ പറ്റും. അങ്ങനെയുള്ളൊരു സൈക്കിൾ യജ്ഞക്കാരനായിരുന്നു ഈ ആനന്ദൻ. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995442222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ആനന്ദൻ എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് കുശലൻ അവിടെ നാട്ടിൽ നിന്ന് സംസാരിക്കുന്നത് 2-3 ആഴ്ചയ്ക്ക് മുമ്പ് സൈക്കിൾ യജ്ഞക്കാരനുമായിട്ട് സംസാരിക്കുന്ന കണ്ടു എന്ന് നാട്ടിൻപുറത്തുള്ള ചിലരൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടുകാർ പോലും തിരിച്ചറിയാതിരുന്ന കുശലൻ്റെ ഫോട്ടോയുമായിട്ട് പോലീസ് ആനന്ദനെ അന്വേഷിച്ചപ്പോൾ ആനന്ദൻ അവിടെ മുണ്ടക്കയം പെരുവന്താനം ഏരിയയിൽ സൈക്കിൾ യജ്ഞം നടത്തുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് മനസ്സിലായത് ആനന്ദൻ അവിടെ സൈക്കിൾ യജ്ഞം നടത്തിയിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആനന്ദൻ അവിടെ മുണ്ടക്കയത്ത് സൈക്കിൾ യജ്ഞം നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ സൈക്കിൾ യജ്ഞം നടത്തിയ ആനന്ദൻ ഇയാൾക്ക് കുശലന് പെൺവിഷയത്തിലും കള്ള് കുടിക്കുന്നതിലുമൊക്കെ ഇച്ചിരി താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കി ഈ കുശലനെ വിളിച്ചുകൊണ്ട് ഇതൊക്കെ ഈ പെൺവിഷയത്തിൽ താല്പര്യം ഒരിടത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഈ എസ്റ്റേറ്റിന് നടുക്കൂടെ കൊണ്ടുപോയി. അപ്പോൾ കുശലൻ അതിന് മുമ്പ് ഒരു മോഷണ കേസിൽ പ്രതിയാണ്. അപ്പോൾ മോഷ്ടിച്ച ഇച്ചിരി കാശൊക്കെ കുശലൻ്റെ കയ്യിലുണ്ടെന്ന് ഈ ആനന്ദനൊരു തോന്നലുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഈ കുശലനെ കൊണ്ടുപോയി കുശലനെ എസ്റ്റേറ്റിൻ്റെ നടുക്കെത്തിയപ്പോൾ അവിടെ വെച്ച് കുത്തി താഴെ ഇട്ടിട്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന പൈസയും വാച്ചുമൊക്കെ ഈ ആനന്ദൻ ഊരിയെടുത്തുകൊണ്ട് പോവുകയായിരുന്നു. അങ്ങനെ ആനന്ദനെ അവിടെ വെച്ച് മുണ്ടക്കയം ടൗണിൽ നിന്ന് ആനന്ദനെ കസ്റ്റഡി എത്തി ചോദ്യം ചെയ്തപ്പോൾ ആനന്ദൻ കുറ്റം സമ്മതിച്ചു. ശരിയാണ്, ഇങ്ങനെ സംഭവം ഉണ്ടായി, അയാൾ ചെയ്തതെന്നുള്ള അയാൾ സമ്മതിച്ചു. ഇത് മാത്രമല്ല, അയാളുടെ ഈ കുശലൻ്റെ കയ്യിൽ കെട്ടിയിരുന്ന വാച്ച് ഈ ആനന്ദൻ്റെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യുകയും ചെയ്തു. ആനന്ദൻ്റെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്ത കുശലൻ കെട്ടിയിരുന്ന വാച്ച് അവിടെ അന്ന് ഈ മൈക്ക് ഓപ്പറേറ്റ് ചെയ്ത ഒരു മൈക്ക് ഓപ്പറേറ്റർ ഉണ്ടായിരുന്നു. ആ മൈക്ക് ഓപ്പറേറ്റർ ഈ വാച്ച് കുശലൻ്റെയാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. ആനന്ദൻ്റെ ആ കയ്യിൽ നിന്ന് കിട്ടിയ വാച്ച് കുശലൻ്റേതാണെന്ന് മൈക്ക് ഓപ്പറേറ്റർ തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആനന്ദൻ തന്നെയാണ് കൊലപാതകി എന്നുള്ളതിന് പിന്നീട് ഒരു സംശയമൊട്ടും ഉണ്ടായതുമില്ല. ആനന്ദൻ അത് സമ്മതിക്കുകയും ചെയ്തു. ആ കേസ് പിന്നീട് ചാർജ് ഷീറ്റ് തയ്യാറാക്കി. അത് എബ്രഹാം വർഗീസ് സാറ് തന്നെയായിരുന്നു അന്വേഷണം നടത്തിയത്. അവസാനം ആ നാട്ടുകാരെല്ലാം കൂടെ യോഗം കൂടി എബ്രഹാം വർഗീസ് സാറിനെ വളരെ അഭിനന്ദനങ്ങൾ പൊതുയോഗം നടത്തി അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. എബ്രഹാം വർഗീസ് സാറ് തന്നെ ആ കേസ് കോടതിയിൽ ചാർജ് ഷീറ്റ് കൊടുക്കുകയും ആ കേസിൽ ആനന്ദിനെ പിന്നീട് ശിക്ഷിക്കുകയും ചെയ്തു. 1992 കാലഘട്ടത്തിൽ ഞാൻ മാവേലിക്കര എസ് ഐ ആയിരുന്നു. അപ്പോൾ അവിടെ മാവേലിക്കര ടൗണിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് തട്ടാരമ്പലം എന്നൊരു ജംഗ്ഷനുണ്ട്. തട്ടാരമ്പലം ജംഗ്ഷനിൽ നിന്നാണ് കായംകുളത്തിനും അരിപ്പാടിനും മാന്നാറിലേക്കൊക്കെ ഉള്ള റോഡിൽ തിരിയുന്നൊരു കവലയാണത്. അതിൻ്റെ തൊട്ട് വടക്ക് വശത്തായിട്ട് വാസുദേവൻ എന്നൊരാൾ മരിച്ചു എന്ന് പറഞ്ഞു. വളരെ സ്വാഭാവികമായ മരണം. അപ്പോൾ അതിനകത്ത് മരണം പോലീസ് സ്റ്റേഷൻ അറിഞ്ഞില്ല. സ്വാഭാവിക മരണമാണല്ലോ എന്നുള്ള പോലീസ് സ്റ്റേഷൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നുള്ളതുകൊണ്ട് അവർ ആ തട്ടാരമ്പലം ജംഗ്ഷൻ അടുത്ത് തന്നെയാണ് അവിടെ താമസം. അവർ സ്വാഭാവികമായിട്ടും ആ ശവം അടക്കാനുള്ള നടപടികളെല്ലാം ആരംഭിച്ചപ്പോൾ വാസുദേവൻ്റെ സഹോദരിയുടെ മകനൊരു സംശയം, ഇത് സ്വാഭാവിക മരണം തന്നെയാണോ? അപ്പോൾ അത് സ്വാഭാവിക മരണമാണെന്ന് സംശയിക്കാൻ വേറെ കാരണമുണ്ട്. വാസുദേവ് സ്ഥിരമായ മദ്യപാനിയാണ്.
രാവിലെയും വൈകിട്ടും മദ്യപിക്കും. മദ്യമില്ലാതെ അയാൾക്ക് ജീവിക്കാൻ കഴിയില്ല. മദ്യപിച്ച് അയാളുടെ വയറിൽ അൾസറാണ്, കുടൽ മുഴുവൻ അൾസറാണ്. അൾസർ കാരണം അയാൾക്ക് എന്നും വയറുവേദനയാണ്. അപ്പം വയറുവേദന മാറിയത് ഒഴിയുന്ന നേരമില്ല. തലേ ദിവസം വൈകിട്ടും അയാൾക്ക് വയറുവേദനയാണെന്ന് പറഞ്ഞു. അവിടെ ഫിലിപ്പിൻ്റെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്. ഫിലിപ്പിൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്നുമൊക്കെ കൊടുത്തു. അയാൾ മരുന്നൊക്കെ വാങ്ങിച്ച് കഴിച്ച് വീട്ടിൽ വന്ന് കിടന്നു. അന്ന് രാത്രി അയാൾ മരിക്കുകയും ചെയ്തു. അപ്പോൾ സ്ഥിരമായി വയറുവേദന വരികയും പിന്നെ വയറ്റിൽ അൾസറുള്ള ഒരാളും വയറുവേദന വരുകയും മരുന്ന് കഴിക്കുകയും മരിക്കുകയൊക്കെ ചെയ്തതിനകത്ത് അവർക്ക് അസ്വാഭാവികമായിട്ടൊന്നും തോന്നിയില്ല, സ്ഥിരം മദ്യപാനി ആയതുകൊണ്ട്. പക്ഷേ അയാളുടെ സഹോദരിയുടെ മകന് ഒരു സംശയം, ഇത് സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്ന് സംശയം. അയാൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞു, സാറേ ഇങ്ങനെ എൻ്റെ അമ്മാവൻ മരിച്ചു, ശവമടക്കിനുള്ള നടപടികളെല്ലാം ആരംഭിച്ച് ഇന്നലെ ആശുപത്രിയിൽ കൊണ്ടുപോയി മരുന്നൊക്കെ കൊടുത്തതാണ്. പക്ഷേ എനിക്ക് ആ മരണത്തിലൊരു സംശയമുണ്ട്, അതുകൊണ്ടൊന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മരണം നടന്ന വീട്ടിൽ സ്വാഭാവികമായിട്ട് പോയി അന്വേഷിക്കുമ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാതെയോ FIR എടുക്കാതെയോ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളൊരു മൊഴി തന്നാൽ നിങ്ങളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു കേസ് എടുക്കുക, കേസ് എടുത്തിട്ട് വേണമെങ്കിൽ പോലീസ് അന്വേഷിക്കുക, അല്ലാതെ ഒരു മരണം നടന്ന വീട്ടിൽ പോലീസ് എന്ത് അന്വേഷിക്കാൻ. അയാളൊരു മൊഴി തന്നതിനകത്ത് ഈ അമ്മാവൻ ഇങ്ങനെ മരിച്ചു എന്നും മരണത്തിൽ അയാൾക്ക് സംശയമുണ്ടെന്ന്. ആ സംശയം എന്തുകൊണ്ടാണ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അയാൾക്ക് വ്യക്തമായ ഒരു ഉത്തരവുമില്ല, പക്ഷേ അയാൾക്ക് സംശയമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അസ്വാഭാവിക മരണത്തിനൊരു കേസ് എടുത്തു കഴിഞ്ഞാൽ ആ ബോഡി ഇൻക്വസ്റ്റ് നടത്തുകയും പോസ്റ്റ്മോർട്ടം ചെയ്യുകയും വേണം. ഞാൻ പോലീസ് പാർട്ടിയായിട്ട് അവിടെ ചെന്നു ഇൻക്വസ്റ്റ് നടത്തിയപ്പം പുറത്തൊന്നും ഒരു മുറിവോ അടയാളമോ ഒന്നും തന്നെയില്ല, ഒരു പാടുമില്ല. അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് മരിച്ച ഇയാളുടെ പേരിൽ ഈ അനന്തരവൻ ഇങ്ങനെയൊക്കെ കേസ് തന്നല്ലോ, മൊഴി പറഞ്ഞല്ലോ എന്നൊക്കെ കൊടുത്ത് എനിക്കൊരു ഈർഷ്യ തോന്നി. എങ്കിലും അമ്മാവൻ്റെ മരണത്തിലൊരു അനന്തരവനുള്ള ഉത്കണ്ഠയാണല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ സ്വാഭാവികമായിട്ട് ഇൻക്വസ്റ്റൊക്കെ നടത്തിയിട്ട് ഇഞ്ഞു പോകുന്നു. ഈ ബോഡി സംശയം ആയതുകൊണ്ട് ബോഡി മാവേലിക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് അറിയുന്നത് ഇയാളുടെ വൻകുടലും ചെറുകുടലോട് ചേരുന്ന ഭാഗത്ത് വെച്ച് അത് രണ്ടുകൂടെ മുറിഞ്ഞിരിക്കുകയാണ്. രണ്ട് വാരിയെല്ലുകൾ, ഏറ്റവും താഴത്തേതായ 2 വാരിയെല്ല് റിപ്സ് ഒടിഞ്ഞിട്ടുണ്ട്. അത് ലങ്സിലേക്ക് തുളഞ്ഞ് കയറിയിട്ടുമുണ്ട്. അപ്പോൾ തലേ ദിവസം വാസുദേവൻ രക്തം ഛർദ്ദിച്ചപ്പോഴാണ് അയാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അപ്പോൾ രക്തം ഛർദ്ദിക്കുമ്പോൾ ഇത് വൻകുടൽ മുറിഞ്ഞാണെന്നോ ഈ ലങ്സിൽ ഇത് വാരിയെല്ല് കുത്തി കയറിയിട്ടാണെന്നോ ഒന്നും വീട്ടുകാർക്കും അറിയത്തില്ല, വാസുദേവനൊന്നും പറയും. വാസുദേവൻ പൊതുവേ സംസാരം വളരെ കുറവുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് അവർക്കൊട്ട് സംശയവും തോന്നിയില്ല, വലിയ വ്യക്തതയില്ലായിരുന്നു. വാസുദേവന് പോസ്റ്റ്മോർട്ടത്തിൽ 2 വാരിയെല്ലൊടിഞ്ഞു, കുടൽ മുറിഞ്ഞു എന്നിരിക്കുമ്പോൾ എന്നൊരു ഇത് വന്നപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞ് 2 രീതിയിലേ സംഭവിക്കത്തുള്ളൂ. ഒന്നിൽ ഏതെങ്കിലും ബ്ലണ്ട് ഓബ്ജക്റ്റ് അല്ലെങ്കിൽ ആരെങ്കിലും അടിക്കുകയോ തല്ലിയോ എന്തെങ്കിലും ചെയ്യണം, അതല്ലെങ്കിൽ ഇയാൾ ഏതെങ്കിലും ഒരു അതുപോലുള്ള ഒരു കട്ടിയുള്ള ഒരു ബ്ലണ്ട് ഓബ്ജക്റ്റിൻ്റെ പുറത്ത് കമന്നടിച്ച് വീഴണം. അങ്ങനെയായാലും സംഭവിക്കാം. കാര്യം ഇയാളുടെ കുടൽ വളരെ ദുർബലമാണ്, നിറയെ പുണ്ണാണ്. അതുകൊണ്ടൊരു പക്ഷേ വേണമെങ്കിലും സംഭവിക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും ചവിട്ടിയോ അടിക്കുകയോ എന്തെങ്കിലും ചെയ്തതായിരിക്കും. ഏതായാലും ഒരു കനത്ത ആഘാതത്തിൻ്റെ പുറത്തല്ലാതെ ഈ വാരിയലൂടിയത്തില്ല, കുടലും മുറിയില്ല എന്ന് പറയും. അപ്പോൾ പിന്നെ അന്വേഷണമായി ഇത് എങ്ങനെ ഉണ്ടായി. അപ്പോൾ വാസുദേവൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചു. വാസുദേവൻ അങ്ങനെ വീട്ടിൽ നിന്ന് അധികമൊന്നും പോകാറില്ല, ആകെ അയാൾ പോകുന്ന കള്ള് ഷാപ്പിലാണ്. അപ്പോൾ തട്ടാരമ്പലം ജംഗ്ഷന് കിഴക്കുവശത്തൊരു കള്ള് ഷാപ്പുണ്ട്. സ്ഥിരമായിട്ട് അയാൾ രാവിലെയും വൈകിട്ടും അവിടെ പോയി 2 നേരവും പോയി മദ്യപിക്കുന്ന ഒരാളാണ്. വലിയ വരുമാനമൊന്നുമില്ലെങ്കിലും കിട്ടുന്ന കാശ് കൊണ്ട് മദ്യപിക്കുന്ന ആളാണ്. അപ്പോൾ അവിടെ കള്ള് ഷാപ്പിൽ അന്വേഷിച്ചെങ്കിലും അങ്ങനെ വ്യക്തമായ വഴക്കുകളൊന്നും പിന്നെ കള്ള് ഷാപ്പിൽ ഉണ്ടായതായിട്ടുള്ളൊരു ഒന്നും കിട്ടിയില്ല. അപ്പോൾ അവിടുത്തെ കറിക്കച്ചവടക്കാരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇവിടെ ഇരുന്നിട്ടൊരു അനന്തപത്മനാഭൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാളുമായിട്ട് എന്തോ സംസാരിക്കുന്നുണ്ട്, അത്ര മുഷിച്ചിലൊന്നുമില്ല, എന്തോ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി, അത്രയേ ഉള്ളൂ, അതിൽ കവിഞ്ഞൊന്നും ഉണ്ടായിട്ടില്ല എന്ന്.
അപ്പോൾ അനന്തപത്മനാഭനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അനന്തപത്മനാഭൻ ഒരു എക്സ് സർവീസുകാരനാണ്, അവിടുത്തെ ഒരു വലിയ നായർ ഫാമിലിയിലെ ഒരാളാണ്. അയാൾ തലേ ദിവസം തിരുവനന്തപുരത്ത് പോയിട്ട് ഒരു 8 മണി സമയമാകുമ്പോൾ തട്ടാരമ്പലം ജംഗ്ഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. തട്ടാരമ്പലം ജംഗ്ഷനിൽ വന്നതിന് ശേഷമാണ് അയാൾ ഈ അനന്തപത്മനാഭൻ കള്ളുഷാപ്പിൽ പോയിരിക്കുന്നത്. ഈ സമയത്ത് തന്നെയാണ് വാസുദേവനും കള്ളുഷാപ്പിൽ പോയിരിക്കുന്നത്. പക്ഷേ അവർ തമ്മിൽ അങ്ങനെയുള്ള അടുത്തടുത്തിരുന്ന് എന്തോ സംസാരിച്ചു ഒരു സംസാരത്തിൽ തെറ്റിൽ വന്നു എന്നല്ലാതെ ആ ഒരു വഴക്കിൻ്റെ രീതിയിലേക്കൊന്നും കാര്യങ്ങൾ പോയില്ല. അപ്പോൾ അതുകൊണ്ട് അവർ തമ്മിൽ വഴക്കൊന്നും നമുക്ക് തീരുമാനിക്കാനും പറ്റില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് വാസുദേവൻ ഇറങ്ങിയ പുറകിന് അനന്തപത്മനാഭനും ഷാപ്പിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. പക്ഷെ അടുത്തുള്ളൊരു മാടക്കടക്കാരനോട് ചോദിച്ചവൻ പറഞ്ഞു, ഈ വാസുദേവൻ ഇറങ്ങിയ പുറകിന് തന്നെ അനന്തപത്മനാഭനും ഇറങ്ങി വന്നിരുന്നു, നീ എന്തുവാടാ അതിനകത്ത് വെച്ച് പറഞ്ഞെന്ന് പറഞ്ഞൊരു ചെള്ളക്കിട്ട് ഒരടി കൊടുത്തു വാസുദേവൻ്റെ അനന്തപത്മനാഭൻ. വാസുദേവനോട് തന്നെ ഉരുണ്ട് ആ റോഡിൽ വീണു. അവിടെ ഇട്ട് ഒരു 2 ചവിട്ടും കൊടുത്തു അയാളുടെ വയറ്റിൽ. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് വാസുദേവൻ എണീറ്റ് പോവുകയും ചെയ്ത് അനന്തപത്മനാഭൻ അയാളുടെ വീട്ടിലേക്ക് പോയി. ആ അടിയിൽ കഴിഞ്ഞ് വീണപ്പോൾ ഇയാൾ ചവിട്ടിയതിൻ്റെ പുറത്ത്, കാര്യം ഈ വാസുദേവൻ എന്ന് പറഞ്ഞിട്ട് പ്രായമുള്ള ഒരാളാണ്, ചവിട്ടിയപ്പോൾ വാരിയൽ ഒടിഞ്ഞും കുടൽ പറിഞ്ഞും പോയതാണ്. അത് ആദ്യം യാതൊരു സംശയവും തോന്നിയിരുന്നില്ലെങ്കിലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടുകൂടി ഈ അന്വേഷണം നടത്തുകയും അനന്തപത്മനാഭനെ കണ്ടെത്തി. അനന്തപത്മനാഭൻ പറഞ്ഞു ഇങ്ങനെ സംഭവം നടന്നത് ശരിയാണെന്ന് പറഞ്ഞു. അനന്തപത്മനാഭൻ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. അനന്തപത്മനാഭൻ ആ കുറ്റം സമ്മതിച്ച് അനന്തപത്മനാഭനെ അറസ്റ്റ് ചെയ്തു. കോടതി കേസ് ചാർജ് ഷീറ്റ് കൊടുത്തു. ആ കേസ് അനന്തപത്മനാഭനെ ശിക്ഷിക്കുകയും ചെയ്തു. ഈ സ്വാഭാവിക മരണമെന്ന് വിചാരിച്ച് ഇത് കൊലപാതകമായി മാറുകയായിരുന്നു. വളരെ നാച്ചുറലായിട്ട് അതിൻ്റെ പുറമേ നോക്കുമ്പോൾ ഒരു ഇഞ്ചുറിയോ ഒന്നുമില്ലായിരുന്നു. കാലുകൊണ്ടൊരു ചവിട്ടിയതാണ് വയറ്റത്ത്, അതിന് പ്രത്യേക പാടുകളൊന്നുമില്ല. കവിളടിച്ച പാട് ഒരു മണിക്കൂറോ എല്ലാം കഴിഞ്ഞപ്പോൾ അത് പോയി കാണും. പുറത്തൊരു ഇഞ്ചുറി ഇല്ലായിരുന്നിട്ടും ഈ മരിച്ച് കിടന്ന ആ മരണം ഒരു കൊലപാതകമായി മാറി. അതിനകത്ത് എനിക്ക് രസമായി തോന്നിയ ഒരു കാര്യം, ഇതേ സമയത്ത് തൊട്ടടുത്ത ഒരു പോലീസ് സ്റ്റേഷൻ്റെ വള്ളികുന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു മർഡർ കേസ് എടുത്തിരുന്നു. എന്താണെന്ന് വെച്ചാൽ അച്ഛനെ മകൻ ടോർച്ച് കൊണ്ട് അടിച്ചു കൊന്നു എന്നുള്ളതായിരുന്നു കേസ്. മകൻ ടോർച്ച് കൊണ്ടൊന്ന് അടിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് മനസ്സിലായത് അച്ഛൻ മരിച്ചത് ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണ്, മകനെ അടിച്ചത് കൊണ്ടല്ല. സ്വാഭാവിക മരണമെന്ന് കരുതിയത് ഇവിടെ കൊലപാതകമായി മാറി. അവിടെ കൊലപാതകം എന്ന് കരുതിയത് ഒരു സ്വാഭാവിക മരണവുമായി മാറി. അപ്പോൾ എപ്പോഴും ഇത് രണ്ടും അടുത്തടുത്ത സംഭവങ്ങളായതുകൊണ്ടാണ് അത് ഞാൻ അങ്ങനെ ഓർക്കാൻ കാരണം. അതിനെ എപ്പോഴും നമ്മൾ ഒരു മരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പുറമേ കാണുന്ന ആ ഒരു വിലയിരുത്തലുകൾ മാത്രം പര്യാപ്തമല്ല എന്ന് ഉള്ളതിൻ്റെ ഒരു തെളിവാണ് ഞാൻ ഈ 2 സംഭവങ്ങളും കൂട്ടിയിണക്കി പറഞ്ഞത്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ ബാഗെന്ന് തുറഞ്ഞാൽ ബാഗിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. അപ്പോൾ ബാഗ് തുറന്നേ എന്ന് പറയുകയും അയാൾ ഒരു ഒറ്റ ഓട്ടമാണ്. ഞാനും പോലീസുകാരും അയാളുടെ പുറകിൽ ഓടി കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേക്ക് അയാൾ പിടിക്കപ്പെടുമെന്നായപ്പോൾ അയാൾ തിരിഞ്ഞു നിന്നിട്ട് പെട്ടെന്ന് ആകാശത്തേക്ക് വെടിവെച്ചു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അയാളുടെ ഈ തോക്കുണ്ട്.